Okay, good morning students. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ബെയിൽമെന്റ് ആൻഡ് പ്ലെഡ്ജ് എന്ന് പറഞ്ഞ യൂണിറ്റ് ആണ്. ഓക്കെ, ഫസ്റ്റ് വൺ, വാട്ട് ഈസ് ബെയിൽമെന്റ്? ബെയിൽമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? എക്സ്ചേഞ്ച് ഓഫ് ഡെലിവറി ഓഫ് ഗുഡ്സ്. ഓക്കെ, ഡെലിവറി ഓഫ് ഗുഡ്സ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ ഫോർ സം പേർപ്പസ്. ചില സം പേർപ്പസിന് വേണ്ടിയിട്ട് ഒരാൾക്ക് ഗുഡ്സ് എക്സ്ചേഞ്ച് ചെയ്യുന്നതിനാണ് നമ്മൾ ബെയിൽമെൻറ്റ്. അതൊരു കോൺട്രാക്റ്റിൻ്റെ കോൺട്രാക്ട് ബേസിസിലാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മീനിങ് ഓഫ് ബെയിൽമെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ ബെയിൽമെൻറ്റിൽ സം എസെൻഷ്യൽസ് ഓഫ് വാലിഡ് ബെയിൽമെൻറ്റ് വാലിഡ് ആവണമെന്നുണ്ടെങ്കിൽ കുറച്ച് എസെൻഷ്യൽസ് ഉണ്ട്, കുറച്ച് കാര്യങ്ങൾ അതിൽ വേണം. ഫസ്റ്റ് വൺ എന്താ? അതിൽ എഗ്രിമെൻറ്റ്. ഞാൻ ഇവിടെ പോയിന്റ്സ് ആയിട്ട് എഴുതിയിട്ടില്ല. അതിൽ ഫസ്റ്റ് പോയിന്റ് നിങ്ങൾ നോട്ട് ചെയ്യുക. എഗ്രിമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഗുഡ്സ് ഡെലിവർ ചെയ്യുക എന്തിൻ്റെ ബേസിലാണ്? ഒരു കോൺട്രാക്റ്റിൻ്റെ ബേസിൽ. അപ്പോൾ അതൊരു എഗ്രിമെൻ്റ് ബേസിലായിരിക്കും. ഒരു എഗ്രിമെൻ്റ് ഉണ്ടാവും, ഞാൻ ഇത്രയും ഗുഡ്സ് നിനക്ക് ഇത്രയും സമയത്തിനുള്ളിൽ തന്നിരിക്കാം. അങ്ങനെ ഒരു എഗ്രിമെൻ്റ് വെച്ചിട്ടുള്ള കോൺട്രാക്റ്റ് ആണെങ്കിൽ അതൊരു എസെൻഷ്യൽ വാലിഡ് ബെയിൽമെൻ്റ് ആയിരിക്കും. രണ്ടാമത് ഡെലിവറി ഓഫ് ഗുഡ്സ്, അതായത് ഗുഡ്സിൻ്റെ ഡെലിവറി. അതായത് നമ്മളെ ഗുഡ്സിൻ്റെ ഡെലിവറി ഓഫ് ഗുഡ്സ് ബെയിലിക്ക് കറക്റ്റായിട്ട് ഗുഡ്സ് ഡെലിവർ ചെയ്യുക എന്നുള്ളതും ആ കോൺട്രാക്റ്റ് പ്രകാരം ഡെലിവർ ചെയ്യുക എന്നുള്ളതും അതൊരു വാലിഡ് ബെയിൽമെൻറ്റിൻ്റെ ഒരു എസെൻഷ്യലാണ്. ഫസ്റ്റ് വൺ എഗ്രിമെൻറ്റ്, ഡെലിവറി ഓഫ് ഗുഡ്സ്. മൂന്നാമത്തത് പേർപ്പസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഈ ഗുഡ്സ് ഓഫ് ഡെലിവറീൻ്റെ പേർപ്പസ് കറക്റ്റ് ആയിരിക്കണം. ഓക്കെ, നമ്മൾ ഗുഡ്സ് ഡെലിവർ ചെയ്യുന്നതിൻ്റെ പേർപ്പസ് എന്ന് പറഞ്ഞാൽ അല്ലാതെ നമുക്കൊരു മിസ്യൂസ് ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ വേറൊരു കാര്യത്തിനോ ഒന്നും അരയ്ക്കാതെ നമ്മളെ പേർപ്പസ് എന്തായിരിക്കണം? കറക്റ്റ് ആയിരിക്കണം. ഓക്കെ, പേർപ്പസ് ശരിയായ പേർപ്പസ് ആണെങ്കിൽ അത് എന്താവുക? ഒരു വാലിഡ് ബെയിൽമെൻ്റ് ആവുക. നാലാമത്തത് റിട്ടേൺ ഓഫ് സ്പെസിഫിക് ഗുഡ്സ്. അതായത് ചില ഗുഡ്സിൻ്റെ റിട്ടേൺസ് ഉണ്ടാവും അല്ലേ? എന്തെങ്കിലും ഡാമേജോ കാര്യങ്ങളോ ഉണ്ടാവുകയെന്നുണ്ടെങ്കിൽ ആ ഗുഡ്സ് പ്രോപ്പറായിട്ട് റിട്ടേൺ ചെയ്യാനുള്ള ഒരു ഇതുണ്ടാവുക, ഒരു എന്താ പറയുക, പ്രോസസ്സ് ഉണ്ടായിരിക്കുക എന്നുള്ളതും ഒരു വാലിഡ് ബെയിൽമെൻറ്റിൻ്റെ എസെൻഷ്യലാണ്. അങ്ങനെ 4 എസെൻഷ്യൽസ് ആണുള്ളത്: എഗ്രിമെൻറ്റ്, ഡെലിവറി ഓഫ് ഗുഡ്സ്, പേർപ്പസ് ആൻഡ് ലാസ്റ്റ് വൺ റിട്ടേൺ ഓഫ് സം സ്പെസിഫിക് ഗുഡ്സ്. ഓക്കെ, ദെൻ കൈൻഡ്സ് ഓഫ് ബെയിൽമെൻറ്റ്. കൈൻഡ്സ് ഓഫ് ബെയിൽമെൻ്റ് ആണ് നോക്കുന്നത്. കൈൻഡ്സ് ഓഫ് ബെയിൽമെൻറ്റ്, അതായത് ബെയിൽമെൻറ്റിനെ 2 ടൈപ്പായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓൺ ദ ബേസിസ് ഓഫ് ബെനിഫിറ്റ്സും ഓൺ ദ ബേസിസ് ഓഫ് റിവാർഡ്. ഓക്കെ, റിവാർഡിൻ്റെ ബേസിലും ബെനിഫിറ്റിൻ്റെ ബേസിലും ബെയിൽമെൻറ്റിനെ നമുക്ക് 2ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ബെനിഫിറ്റിൻ്റെ ബേസിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഗ്രാറ്റുവേഷൻസ് ആൻഡ് നോൺ ഗ്രാറ്റുവേഷൻസ് എന്നാണ്. അതായത് ഗ്രാറ്റുവേഷൻസ് ആൻഡ് നോൺ ഗ്രാറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ, ഗ്രാറ്റുവേഷൻസ് എന്ന് പറഞ്ഞാൽ വിത്തൗട്ട് എനി കൺസിഡറേഷൻ, വിത്ത് എ കൺസിഡറേഷൻ ആണെങ്കിൽ നമ്മൾ അതിനെ, അതായത് എന്താ പറയുക, സം വാല്യൂ ഔട്ട് ഓഫ് ദ കോൺട്രാക്ട് ഓഫ് ബെയിൽമെൻറ്റ്. നമ്മൾ ആ ബെയിൽമെൻറ്റിൻ്റെ മേലെ നമുക്ക് എന്തെങ്കിലും വാല്യൂ, ഗെറ്റിംഗ് സം വാല്യൂ, എന്തെങ്കിലും വാല്യൂ കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഗ്രാറ്റുവേഷൻസ്, കൺസിഡറേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഗ്രാറ്റുവേഷൻസ് എന്ന് പറയുന്നു. നോൺ ഗ്രാറ്റുവേഷൻസ് എന്ന് പറഞ്ഞാൽ വിത്തൗട്ട് കൺസിഡറേഷൻ. അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്ന് വെച്ചാൽ നമ്മളെ കയ്യിലൊരു സൈക്കിൾ ഉണ്ടെന്ന് കരുതുക. അത് നമ്മളൊരു ഫ്രണ്ട്സിന് നമ്മൾ സൈക്കിൾ കൊടുക്കാം, പകരം അയാളുടെ കയ്യിലുള്ള ഒരു ബുക്ക് നമ്മൾ തിരിച്ചു വാങ്ങിക്കുന്നു നമുക്ക് വായിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ എന്താണ്? ഒരു കൺസിഡറേഷൻ നടക്കുന്നുണ്ട്. അതിനെയാണ് നമ്മൾ ഗ്രാറ്റുവേഷൻസ് പറയുന്നത്. പക്ഷേ നോൺ ഗ്രാറ്റുവേഷൻസ് നമുക്ക് ഈ അയാൾ ഒരു സൈക്കിൾ ഷോപ്പിൽ പോയിട്ട് സൈക്കിൾ വാങ്ങുന്നു, അതേപോലെ നമ്മൾ ബുക്ക് ഷോപ്പിൽ പോയിട്ട് ബുക്സ് റീഡ് ചെയ്യാൻ വാങ്ങുന്നു. അവിടെ നമ്മൾ തമ്മിലൊരു കൺസിഡറേഷൻ ഇല്ല അല്ലേ? നമ്മളത് അവിടെ തീരാണ് അതിൻ്റെ എഗ്രിമെൻറ്റ്. അതിൽ വേറെ റിവാർഡോ കാര്യമോ നമുക്ക് കിട്ടുന്നില്ല, ഒരു വാല്യൂ നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്താ പറയുന്നത്? നോൺ ഗ്രാറ്റുവേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഓൺ ദ ബേസിസ് ഓഫ് റിവാർഡിൻ്റെ ബേസിൽ നമുക്ക് ഗ്രാറ്റുവേഷൻസ് ആൻഡ് നോൺ ഗ്രാറ്റുവേഷൻസ് ആയിട്ട് 2ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. പിന്നെ നമ്മൾ നോക്കുന്നത് ഓൺ ദ ബേസിസ് ഓഫ് ബെനിഫിറ്റിൻ്റെ ബേസിൽ, അതായത് ബെനിഫിറ്റ് ഓഫ് ബെയിലർ. ഫസ്റ്റ് വൺ, ദ എക്സ്ക്ലൂസീവ് ബെനിഫിറ്റ് ഓഫ് ദ ബെയിലർക്ക് ആ ഒരു ബെയിൽമെൻറ്റ് നടത്തുന്നതിനെ കൊണ്ട് ബെയിലർക്ക് മാത്രം എന്തെങ്കിലും ലാഭത്തിന് വേണ്ടിയിട്ട് നടത്തുന്ന ഒരു കോൺട്രാക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അതിനെ എന്തെന്ന് പറയുന്നു? ബെനിഫിറ്റ്സ് ഓഫ് ദ ബെയിലർ എന്ന് പറയുന്നു. അതായത് എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, if you are going out of station and leave your valuable goods with your neighbor for safety. അതായത് നമ്മളിപ്പം എവിടേക്കെങ്കിലും പോവാണ്, അപ്പോൾ നമ്മൾ എന്തെങ്കിലും വിലപിടിപ്പുള്ള എന്തെങ്കിലും സാധനങ്ങൾ നമ്മൾ നൈബർക്ക് നമ്മളെ സേഫ്റ്റിക്ക് വേണ്ടി നമ്മൾ വീട്ടിൽ വെക്കാതെ അയാളുടെ വീട്ടിൽ വെക്കുന്നു. അവിടെ ആർക്കാ? ബെയിലറായ നമുക്ക് മാത്രമേ ബെനിഫിറ്റ് ഉള്ളൂ. അയാൾക്ക് അതിനെക്കൊണ്ട് എന്തെങ്കിലും ബെനിഫിറ്റും കാര്യമുണ്ടോ? ഇല്ല. നമ്മളൊരു സേഫ്റ്റി അയാൾ അവിടെ സൂക്ഷിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു എക്സാമ്പിളാണത്. അങ്ങനത്തെ ഒരു കേസിൽ അത് ബെനിഫിറ്റ് ഓഫ് ആർക്കാണ്? ബെയിലറാണ്.
സെക്കൻഡ് വൺ ബെനിഫിറ്റ്സ് ഓഫ് ദ ബെയിലി. ബെയിലിക്ക് മാത്രം ബെനിഫിറ്റ് കിട്ടുന്ന കേസ്. അതെങ്ങനെയാണ് വരുന്നത്? ഇഫ് യു ലെൻഡ് യുവർ ബുക്സ് ടു എ ഫ്രണ്ട് വിത്തൗട്ട് ചാർജ്, സോ ഹി ക്യാൻ സ്റ്റഡി ഫോർ എക്സാമ്പിൾ. അതായത് നമ്മളൊരു ബുക്ക് നമ്മളൊരു ഫ്രണ്ടിന് കൊടുക്കുകയാണ്, അയാളുടെ എക്സാമിന് വേണ്ടിയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ബുക്ക് കൊടുക്കുക. അപ്പോൾ അവിടെ നമുക്ക് എന്തെങ്കിലും ലാഭമുണ്ടോ? ഇല്ല. ബെയിലി വാങ്ങണ ആൾ അത് കൊണ്ടുവന്ന് നിങ്ങളുടെ ഫ്രണ്ട് അത് പഠിച്ച് അയാളുടെ എക്സാം പാസ്സാവുന്നു. അപ്പോൾ അതൊക്കെ ഓൺലി ദ ബെനിഫിറ്റ് ഓഫ് ദ ബെയിലിയാണ്. നമുക്ക് ബെയിലർക്ക് നമുക്ക് അതിൽ ബെനിഫിറ്റ് ഇല്ല. അപ്പോൾ അങ്ങനത്തെ കേസസ് ബെനിഫിറ്റ് ബെയിലിക്ക് മാത്രം ഉണ്ടാവുന്നത്. മൂന്നാമത്തത് ബെയിലറും ബെയിലും നമുക്ക് രണ്ടുപേർക്കും ബെനിഫിറ്റ് ഉണ്ടാവുന്ന കേസസിൽ, അതായത് നമ്മളൊരു ഷർട്ട് അടിക്കാൻ കൊടുക്കുന്നു. ഷർട്ട് അടിക്കാൻ കൊടുത്ത് നമ്മളത് വാങ്ങുമ്പം നമുക്ക് ആ ഷർട്ട് കിട്ടുന്നുണ്ട്, അയാൾക്ക് അടിച്ച ആൾക്ക് അതിൻ്റെ ടൈലർക്ക് അതിൻ്റെ എന്ത് കിട്ടുന്നു? ലാഭവും കിട്ടുന്നുണ്ട് അല്ലേ? അത് സ്റ്റിച്ച് ചെയ്യാനെടുത്ത ക്യാഷ് കിട്ടുന്നുണ്ട്. അപ്പോൾ അത് രണ്ടു പേർക്കും ബെനിഫിറ്റ് ഉണ്ടാവുന്ന കേസ്. അപ്പം ഓൺ ദ ബേസിസ് ഓഫ് ബെനിഫിറ്റ് ബെയിലർക്ക് മാത്രം ബെനിഫിറ്റ് ഉണ്ടാവുന്നു, ബെയിലിക്ക് മാത്രം ബോത്ത് ദ ബെയിലർ ആൻഡ് ബെയിലിക്ക് ബെനിഫിറ്റ് ഉണ്ടാവുന്നത്. അപ്പോൾ ആ ബെയിൽമെൻറ്റിനെ അങ്ങനെയാണ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. കൈൻഡ്സ് ഓഫ് റിവാർഡിൻ്റെ ബേസിലും ബേസിസ് ഓഫ് ബെനിഫിറ്റിൻ്റെ ബേസിലും. ദെൻ നമ്മൾ നോക്കാൻ പോകുന്നത് ഡ്യൂട്ടീസ് ഓഫ് ദ ബെയിലർ. ബെയിലർക്ക് ചില ഡ്യൂട്ടികൾ ഉണ്ടായിരിക്കും. എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, ഡ്യൂട്ടി ടു ഡിസ്ക്ലോസ് ഡിഫക്റ്റ്. അതായത് നമ്മൾ കൊടുത്ത ഗുഡ്സിന് എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടോ, കൊടുക്കുന്ന ഗുഡ്സിന് എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടോ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാന്നുള്ളത് ആരുടെ ഡ്യൂട്ടിയാണ്? ഡ്യൂട്ടീസ് ഓഫ് ദ ബെയിലറുടെ ഡ്യൂട്ടിയാണ്. സെക്കൻഡ് വൺ, ഡ്യൂട്ടി ടു ബെയർ എക്സ്പെൻസ്. അതേപോലെ ആ ഗുഡ്സിൻ്റെ മേലെ അത് സെല് ചെയ്യുന്നത് വരെ ആ ഗുഡ്സിൻ്റെ മേലെ എന്തൊക്കെ എക്സ്പെൻസ് ഉണ്ടോ കാര്യങ്ങളുണ്ടോ അതൊക്കെ ബെയർ ചെയ്യേണ്ടത് ആരാണ്? ബെയിലറുടെ ഡ്യൂട്ടിയാണ്. ദെൻ തേർഡ് വൺ, ഡ്യൂട്ടി ടു ഇൻഡൻറ്റിഫൈ ദ ബെയിലി. അതായത് ബെയിലിക്ക് ആ ഗുഡ്സ് കൊടുത്തിട്ട് ബെയിലിക്ക് എന്തൊക്കെയാണ് ലോസോ ഡാമേജസോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഇൻഡംനിഫൈ ചെയ്യാന്നുള്ളത് ആരുടെ ഡ്യൂട്ടിയാണ്? ബെയിലറുടെ ഡ്യൂട്ടിയാണ്. ദെൻ ഡ്യൂട്ടി ടു ബെയർ റിസ്ക് ഏറ്റെടുക്കുക. അതായത് ഈ ഗുഡ്സ് ആ ബെയിലേക്ക് സെയിൽ ചെയ്യുന്നത് വരെ, ഡെലിവർ ചെയ്യുന്നത് വരെ ആ ഗുഡ്സിൻ്റെ മേലുള്ള എല്ലാ റിസ്ക്കും ആരതായിരിക്കും? ബെയിലറതായിരിക്കും. ദെൻ ഡ്യൂട്ടി ടു റിസീവ് ബാക്ക് ദ ഗുഡ്സ്. അതായത് ബെയിലി തിരിച്ച് ആ ഗുഡ്സ് റിട്ടേൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് റിട്ടേൺ ബാക്ക് കറക്റ്റായിട്ട് റിട്ടേൺ ബാക്ക് ചെയ്തോ എന്നുള്ള കാര്യങ്ങളും ചെക്ക് ചെയ്യേണ്ട ഡ്യൂട്ടി ആരതാണ്? ബെയിലറുടെ ഡ്യൂട്ടിയാണ്. അപ്പോൾ ഇത്രയും ഡ്യൂട്ടീസ് ഓഫ് ബെയിലർ ഇത്രയുണ്ട്. കറക്റ്റ് ഡിഫെക്ട് ദ ഗുഡ്സ്, ദെൻ ബെയർ ദ റിസ്ക്, ബെയർ ദ എക്സ്പെൻസ്, ഡ്യൂട്ടി ടു ഇൻഡംനിഫൈ ദ ബെയിലിനെ കറക്റ്റായിട്ട് ഇൻഡംനിഫൈ ചെയ്തിട്ട് അയാളെ റിസ്ക് ക്ലിയർ ചെയ്യുക എന്നുള്ളത്. ദെൻ ലാസ്റ്റ് വൺ, റിട്ടേൺ ഓഫ് ഗുഡ്സ് കറക്റ്റ് ചെയ്യുക എന്നുള്ളത്. ദെൻ ഡ്യൂട്ടീസ് ഓഫ് ദ ബെയിലി. അത് ബെയിലറുടെ ഡ്യൂട്ടി പോലെ തന്നെ ഇതൊക്കെ പോയിന്റ്സ് ഉണ്ട്, നിങ്ങളുടെ കയ്യിലുണ്ടാവും. ബെയിലിക്കും കുറച്ച് ഡ്യൂട്ടീസ് ഉണ്ട്. എന്തൊക്കെയാ? ഡ്യൂ ടു ടേക്ക് റീസണബിൾ കെയർ ഓഫ് ദ ഗുഡ്സ് ബെയിൽഡ്. അതായത് ബെയിൽ ചെയ്ത ഗുഡ്സിനെ മുന്നോട്ടേക്ക് കെയർ ചെയ്യാന്നുള്ള ഡ്യൂട്ടി ആരതാ? ബെയിലിൻ്റെതാണ് അല്ലേ? അത് ഗുഡ്സ് അയാളെ കൈ കിട്ടണ വരെയുള്ളൂ. കിട്ടിയിട്ട് അതിനുള്ള ഡാമേജും കാര്യങ്ങളും റിട്ടേൺ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് പിന്നെ ആ ഗുഡ്സിനെ ടേക്ക് കെയർ ചെയ്യേണ്ടത് ആരുടെ ഡ്യൂട്ടിയാണ്? ബെയിലിയുടെ ഡ്യൂട്ടിയാണ്. രണ്ടാമത്തത്, നോട്ട് ടു മേക്ക് എനി അൺഓതറൈസ്ഡ് യൂസ് ഓഫ് ഗുഡ്സ്. ഈ ഗുഡ്സിനെ അൺഓതറൈസ്ഡ് യൂസ് ചെയ്യാതിരിക്കുക എന്നുള്ളത് ആരുടെ ഡ്യൂട്ടിയാണ്? ബെയിലിൻ്റെതാണ്. നമുക്ക് കിട്ടിയൊരു സാധനത്തിനെ കറക്റ്റായിട്ട് യൂസ് ചെയ്യേണ്ടത് ആരുടെ ഡ്യൂട്ടിയാണ്? നമ്മളതാണ്. ഓക്കെ, അത് അൺഓതറൈസ്ഡ് യൂസ് ആക്കാതിരിക്കുക എന്നുള്ളതും ആരുടെ ഡ്യൂട്ടിയാണ്? ബെയിലിയുടെ ഡ്യൂട്ടിയാണ്. അതേപോലെ പിന്നെന്താണ്? ഡ്യൂട്ടി നോട്ട് ടു സെറ്റ് അപ്പ് അഡ്വേഴ്സ് ടൈറ്റിൽ. അതായത് അഡ്വേഴ്സ് ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ വേറൊരാളുടെ ഗുഡ്സിൻ്റെ ടൈറ്റിലിനെ അയാൾക്ക് ബെയിലിക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഗുഡ്സ് യൂസ് ചെയ്യുക എന്നുള്ളത് അതിൻ്റെ ടൈറ്റിലും കാര്യങ്ങളൊക്കെ വേറൊരാളുടെ കോപ്പി റൈറ്റ് ആയിരിക്കും. അപ്പം അത് ടൈറ്റിൽ ചേഞ്ച് ചെയ്തിട്ട് ആ ഗുഡ്സ് വേറൊരാൾക്ക് സെയിൽ ചെയ്യുക എന്നുള്ളത് ആർക്ക് പറ്റില്ല? ചെയ്യാതിരിക്കുക എന്നുള്ളത് ആരുടെ ഡ്യൂട്ടിയാണ്? ബെയിലിയുടെ ഡ്യൂട്ടിയാണ്. ഓക്കെ. അതേപോലെ ഡ്യൂട്ടി ടു റിട്ടേൺ ദ ഗുഡ്സ് റിട്ടേൺ ചെയ്യുന്ന സമയത്ത് പ്രോപ്പറായിട്ട് കറക്റ്റ് ടൈമിൻ്റെ ഉള്ളിൽ തന്നെ അത് ഗുഡ്സ് റിട്ടേൺ ചെയ്യുക എന്നുള്ളത്. അതേപോലെ ടൈം എക്സ്പയറി ആവുന്നതിന് മുന്നേ അതേപോലെ ചെറിയ എന്തെങ്കിലും ഡാമേജ് ആണെങ്കിൽ അത് കൂടുതൽ ഡാമേജ് ആക്കാതെ അതെങ്ങനെയാണോ ആ സാധനം നമുക്ക് ഡെലിവർ ചെയ്തത് അതേ രീതിക്ക് തന്നെ തിരിച്ച് റിട്ടേൺ ചെയ്യുക എന്നുള്ളത് ഡ്യൂട്ടി വരുന്നതാണ് ബെയിലിയുടെ ഡ്യൂട്ടിയാണ്. അപ്പോൾ ഇത്രയും ഡ്യൂട്ടീസാണ് ബെയിലിക്കുള്ളത്. ഇനി നമ്മൾ നോക്കുന്നത് റൈറ്റ്സ് ഓഫ് ദ ബെയിലർക്ക് എന്തൊക്കെ റൈറ്റ് അവകാശങ്ങൾ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ഫസ്റ്റ് വൺ, എൻഫോഴ്സ്മെൻറ്റ് ഓഫ് ബെയിലീസ് ഡ്യൂട്ടീസ്. അതായത്
ബെയിലിയുടെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണെന്നുള്ളത് എൻഫോഴ്സ് ചെയ്യുക. അതായത് യു ജസ്റ്റ് നൗ റീഡ് ദ ഡ്യൂട്ടീസ് ഓഫ് ദ ബെയിലി. ബെയിലിയുടെ ഡ്യൂട്ടി നമ്മൾ പഠിച്ചല്ലോ. ഡ്യൂട്ടീസ് ഓഫ് ദ ബെയിലി ആർ ദ റൈറ്റ്സ് ഓഫ് ദ ബെയിലർ. അതായത് എക്സാമ്പിൾ പറഞ്ഞുതരാം. വെൻ ദ ബെയിലി റിട്ടേൺസ് ദ ഗുഡ്സ് ഓഫ് ദ ബെയിലി ഹി ഷുഡ് ഓൾസോ റിട്ടേൺ ഓൾ നാച്ചുറൽ accretions of the this duty of the bailey is the right to the bailor receive. അതായത് എൻഫോഴ്സ്മെൻറ്റ് ഓഫ് ബെയിലി ഡ്യൂട്ടി, ബെയിലിയുടെ ഡ്യൂട്ടീനെ എൻഫോഴ്സ് ചെയ്യുക. അതായത് ബെയിലി കറക്റ്റ് ആ ഡ്യൂട്ടീസ്, അതായത് റിട്ടേൺ ഓഫ് ഗുഡ്സ് വരുന്ന സമയത്ത് ആ ഗുഡ്സിൻ്റെ റിട്ടേൺ കറക്റ്റ് ആയിട്ട് ചെയ്യേണ്ടത് ആരാം? ബെയിലിയാണ്. അത് എൻഫോഴ്സ് ചെയ്യേണ്ടത് ആരുടെ റൈറ്റാണ്? ബെയിലറുടെ റൈറ്റാണ്. ദെൻ റൈറ്റ് ടു ക്ലെയിം ഡാമേജസ്, എന്തെങ്കിലും ഗുഡ്സിൻ്റെ മുകളിൽ ഡാമേജസ് ഉണ്ടെങ്കിൽ അത് ക്ലെയിം ചെയ്യാനുള്ള റൈറ്റ് ഉണ്ടാവും. ദെൻ റൈറ്റ് ടു അവോയ്ഡ് ദ കോൺട്രാക്റ്റ്, അതായത് കോൺട്രാക്റ്റിൻ്റെ ബേസിൽ ആ കോൺട്രാക്റ്റ് അവോയ്ഡ് ചെയ്ത് കറക്റ്റ് ആ കോൺട്രാക്റ്റ് പറയുന്ന പ്രകാരം തന്നെ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള റൈറ്റ് ആരതാണ്? ബെയിലറതാണ്. അത് റൈറ്റ് ടു ക്ലെയിം കോമ്പൻസേഷൻ, അതായത് ഈ ബെയിലിക്ക് എന്തെങ്കിലും ലോസോ ഡാമേജസോ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് അതിന് കോമ്പൻസേഷൻ ക്ലെയിം ചെയ്യുക എന്നുള്ളത് റൈറ്റ് ഉണ്ടായിരിക്കും. ഓക്കെ. അതേപോലെ റൈറ്റ് ടു ഡിമാൻഡ് റിട്ടേൺ ഓഫ് ഗുഡ്സ് റിട്ടേൺ ചെയ്യുമ്പം പ്രോപ്പർ രീതിക്ക് ഗുഡ്സിനെ റിട്ടേൺ ബാക്ക് ചെയ്യുക എന്നുള്ള റൈറ്റും ബെയിലറതായിരിക്കും. ഓക്കെ. ഇത്രയും റൈറ്റ്സ് ഉണ്ടാവുക. അതായത് റൈറ്റ് ടു ക്ലെയിം ഡാമേജസ്, റൈറ്റ് ടു അവോയ്ഡ് ദ കോൺട്രാക്റ്റ്, എൻഫോഴ്സ്മെൻറ്റ് ഓഫ് ബെയിലീസ് ഡ്യൂട്ടീസ്, റൈറ്റ് ടു ക്ലെയിം കോമ്പൻസേഷൻ, ദെൻ ലാസ്റ്റ് വൺ റൈറ്റ് ടു ഡിമാൻഡ് റിട്ടേൺ ഓഫ് ഗുഡ്സ്. ഇനി റൈറ്റ്സ് ഓഫ് ബെയിലി, ബെയിലർക്ക് എന്തൊക്കെ ഡ്യൂട്ടി റൈറ്റ്സ് ഉണ്ടോ അതേപോലെ ബെയിലിക്ക് റൈറ്റ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ റൈറ്റ് ടു ക്ലെയിം ഡാമേജസ്. സെയിം നേരത്തെ പറഞ്ഞ പോയിന്റ് ബെയിലിയുടെ ഡാമേജസ് ആണ് ബെയിലർ ക്ലെയിം ചെയ്യേണ്ടത്. ഇവിടെ എന്താണെന്ന് വെച്ചാൽ റൈറ്റ് ടു ക്ലെയിം ഡാമേജസ് എന്ന് പറഞ്ഞാൽ ബെയിലിക്ക് എന്തൊക്കെ നാശനഷ്ടങ്ങൾ അല്ലെങ്കിൽ ലോസ് ഉണ്ടായിട്ടുണ്ടോ അത് കറക്റ്റായിട്ട് എന്താ പറയുക കമ്പൽ ചെയ്തിട്ട് തിരിച്ച് അതിനുള്ള കോമ്പൻസേഷൻ വാങ്ങാനുള്ള റൈറ്റ്, ഡാമേജസിന് ക്ലെയിം ചെയ്യാനുള്ള റൈറ്റ് ആയിരിക്കും ഉണ്ടാവും, ബെയിലിക്ക് ഉണ്ടാവും. അതേപോലെ റൈറ്റ് ടു ക്ലെയിം റീഇംബേഴ്സ്മെൻറ്റ്. റീഇംബേഴ്സ്മെൻറ്റ് പറഞ്ഞാൽ നമ്മൾ ഒരു പണം കൊടുത്തിട്ടായിരിക്കുമല്ലോ ഡെലിവറി ചെയ്യുക, അപ്പോൾ അത് ക്യാഷ് റീഇംബേഴ്സ് ചെയ്യാനുള്ള റൈറ്റ് ആയിരിക്കും ഉണ്ടായിരിക്കും, ബെയിലിക്ക് ഉണ്ടായിരിക്കും. അതേപോലെ ലോസ് റിക്കവർ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ എന്താണ് റൈറ്റ് ഓഫ് ലീവ്, അതായത് റീറ്റെയിൻ ഗുഡ്സ് ഈസ്, അതായത് ഗുഡ്സ് റീറ്റെയിൻ ചെയ്യാനുള്ള റൈറ്റും ആയിരിക്കും ഉണ്ടായിരിക്കും, ഈ ബെയിലിക്ക് ഉണ്ടായിരിക്കും. ഓക്കെ. അപ്പോൾ ഇത്രയും റൈറ്റ്സ് ആണ് ബെയിലിയുടെ കേസിൽ വരുന്നത്. ബെയിലറുടെ കേസിൽ അതുപോലെ ഡ്യൂട്ടീസും നമ്മൾ നോക്കി. ഓക്കെ. അപ്പോൾ ഇത്രയാണ് ബെയിൽമെൻറ്റിൻ്റെ പഠിക്കാനുള്ളത്.